ഹലോ, എ വെരി വാം വെൽക്കം. നമുക്കിന്ന് ലോട്ടെ ഹുവെ മുസാഫിർ കമലേശ്വർ എഴുതിയ നോവൽ അതിനെ ഒന്ന് ക്വിക്ക് റിവിഷൻ നടത്താം. ലോട്ടെ ഹുവെ മുസാഫിർ നോവൽ വായിച്ച് കാണും നിങ്ങൾ. വായിക്കുന്നവർക്കറിയാം അത് ഒരു സ്റ്റോറി അത്ര പെട്ടെന്ന് പിടികിട്ടുന്ന രീതിയിലുള്ള നോവലല്ല. യൂഷ്വൽ ക്ലാസിക് നോവൽസിൻ്റെ ആ ഒരു ഒഴുക്ക് അതിൽ കാണാനില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു നോവലിനെ ചൊല്ലി ഒരുപാട് പേര് ഡൗട്ട്സ് ചോദിക്കാറുണ്ട്. അതൊന്ന് പല പ്രാവശ്യവും റിക്വസ്റ്റ് ചെയ്തു. ഞാൻ പലപ്പോഴും വണ്ടർ ചെയ്യാറുണ്ട് എന്തിനാണ് ഇങ്ങനത്തെ ഒരു നോവൽ ഈ സെക്കൻഡ് ലാംഗ്വേജ് കുട്ടികൾക്ക് വെച്ചതെന്ന് തന്നെ. എനിവേ, നമുക്കിനിയിപ്പോൾ ഇത് ഡീൽ ചെയ്യണം. അപ്പോൾ നമുക്കിതിനെ സിംപിളസ്റ്റ് ലാംഗ്വേജിൽ എന്താണ് ഇതിൻ്റെ കാര്യം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഒരു നോവൽ നമ്മൾ ക്രിട്ടിക്കൽ അനാലിസിസ് നടത്തുമ്പോൾ ബേസിക്കലി നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ കഥാനക് എന്തുവാണ്, അതിൻ്റെ സ്റ്റോറി, അതിൻ്റെ പ്ലോട്ട്, അതിൻ്റെ മെയിൻ തീം എന്തുവാണ് നമ്മൾ നോക്കും. പിന്നെ നമ്മൾ അതിൻ്റെ പാത്ര അഥവാ ചരിത്രചിത്രൻ, ഓക്കെ, ക്യാരക്ടർ സ്കെച്ച്, ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കും. പിന്നെ ശൈലി, അതിൻ്റെ സ്റ്റൈൽ നോക്കും. പിന്നെ ദേശ് കാൽ ആൻഡ് വാതാവരൺ, ഏത് കാലഘട്ടത്തിലുള്ളതാണ് ഈ നോവൽ. പിന്നെ ഇൻ ദി എൻഡ് ജീവൻ ദർശൻ, അല്ലെങ്കിൽ എന്ത് മെസ്സേജാണ് അത് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ വക കാര്യങ്ങളാണ് നമ്മളൊരു നോവൽ ക്രിട്ടിക്കൽ അനാലിസിസ് നടത്തുമ്പോൾ പൊതുവേ ചെയ്യാറുള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ കഥാനക് പ്ലോട്ട് അഥവാ സ്റ്റോറി എന്ന് പറയുകയാണെങ്കിൽ ഇത് ഉത്തർപ്രദേശിലെ ഒരു കസ്ബയാണ്. കസ്ബ എന്ന് പറയുമ്പം ഒരു ഗ്രാമവും അല്ല, ഷെഹറുമല്ല, വില്ലേജും അല്ല, ടൗണും അല്ല, ഗ്രോയിങ് വില്ലേജ്, ഗ്രോയിങ് റാപ്പിഡ്ലി ടു ബിക്കം എ ടൗൺ, ആ ഒരു ലാണ് കസ്ബ. അപ്പോൾ ഉത്തർപ്രദേശിലെ എഴുത്തുകാരൻ കമലേശ്വറിൻ്റെ അതേ ബസ്തി, അപ്പം അദ്ദേഹം ജീവിതത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ ഏകദേശം ഉള്ള കാര്യം തന്നെയാണ്. അദ്ദേഹം ആക്ച്വലി ഈ നോവൽ ഇന്ത്യ പാകിസ്ഥാൻ പാർട്ടീഷൻ, അത് ഉളവാക്കിയ കമ്മ്യൂണൽ റൈറ്റ്സ്, അത് ഉളവാക്കിയ ഹിന്ദു മുസ്ലിം വിഭജനം, ഇതൊക്കെയാണ് ഇതിൽ മെയിനായിട്ടുള്ളത് കാണിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തന്നെ കിത്തനെ പാകിസ്ഥാൻ എന്ന് പറഞ്ഞൊരു നോവൽ സാഹിത്യ അക്കാദമി വിൻ ചെയ്തൊരു നോവലാണ്, സാഹിത്യ അക്കാദമി പുരസ്കാർ. അതും ഇതേ തീമിനെ ബേസ് ചെയ്താണ്. അപ്പോൾ ഇതും അതുപോലെ ഇതിൻ്റെ കഥാനക്കും ഇതിൻ്റെ മെയിൻ തീം ഇന്ത്യ ബിഫോർ ഇൻഡിപെൻഡൻസ്, ഡ്യൂറിങ് ഇൻഡിപെൻഡൻസ് ആൻഡ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, ഈ മൂന്ന് രീതിയിലും ഇന്ത്യയുടെ അവസ്ഥ, ആ ഒരു കസ്ബ, അതാണ് ആ സ്റ്റോറിനെ റിവോൾവ് ചെയ്യുന്നത്. ഈ സ്റ്റോറി റിവോൾവ് ചെയ്യുന്നത് ആ ഒരു ഏരിയയിലാണ്, ഉത്തർപ്രദേശിലെ ആ ഒരു കസ്ബയിലാണ്. അപ്പോൾ നമുക്കറിയാം ഇൻഡിപെൻഡൻസിന് മുമ്പ്, അപ്പോൾ ഈ നോവൽ ഓപ്പണിംഗ് അങ്ങനെയാണ് കാണിക്കുന്നത്. ഇൻഡിപെൻഡൻസിന് മുമ്പുള്ള ഇന്ത്യയിൽ ഹിന്ദു മുസ്ലിംസ് വളരെ ഐക്യത്തോടെ ജീവിക്കുന്നു. ഹിന്ദുസിൻ്റെ രാംലീല അതുപോലത്തെ കൾച്ചറൽ ഇവൻറ്റ്സ് നടക്കുമ്പോൾ മുസ്ലിംസും അതിൽ പങ്കെടുക്കുന്നു, മറിച്ച് മുസ്ലിംസിന് നടക്കുമ്പോൾ ഹിന്ദുസും പങ്കെടുക്കുന്നു. അങ്ങനെ വളരെ സൗഹാർദ്ദപരമായി ജീവിക്കുന്ന ഒരു ഏരിയ. അവിടെ ഇൻഡിപെൻഡൻസ് കിട്ടാറാകുമ്പോഴത്തേക്കിന് ഈ പാർട്ടീഷൻ നടക്കുന്നു. നമുക്കറിയാം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു മാസ് മൈഗ്രേഷൻ നടന്ന ഒരു വിഭജനമായിരുന്നു ഇന്ത്യയുടെ വിഭജനം, ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. അപ്പോൾ ആ വിഭജനം നടക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള ജനങ്ങളുടെ ആവലാതി, മുസ്ലിംസ് എല്ലാം മൈഗ്രേറ്റ് ചെയ്യുന്ന അങ്ങോട്ട് പോകുന്നു, കുറച്ച് പേര് പോകുന്നില്ല, പോകാത്തവരുടെ ഒരു ഭയാനക അവസ്ഥ, പോയവരുടെ അതിലും ദയനീയമായ അവസ്ഥ. അപ്പോൾ ഇങ്ങനെ ഈ കാര്യങ്ങളാണ് ഈ നോവലിലെ കഥാനക്കിൽ വരുന്നത്. അപ്പോൾ ഇതിലെ ക്യാരക്ടേഴ്സിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നോവലിൻ്റെ സ്റ്റോറി പ്ലോട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇൻഡിപെൻഡൻസിന് മുമ്പുള്ള ഭാരതം, ഇൻഡിപെൻഡൻസ് ആ പാർട്ടീഷൻ നടന്ന സമയം, അതിന് ശേഷമുള്ള സമയം. ഈ പാർട്ടീഷൻ നടന്നു കഴിഞ്ഞ് എന്ത് സംഭവിക്കുന്നു, ഈ മെയിനായിട്ട് സൊസൈറ്റിയിൽ നടക്കുന്ന കമ്മ്യൂണൽ റൈറ്റ്സ്, മനുഷ്യനെ തിരിച്ചറിയാത്തൊരവസ്ഥയാവുന്നു, വൈരാഗ്യ ബുദ്ധിയോടെ ജീവിക്കുന്നു. അതാണ് ഇതിൽ മെയിൻ തീമായിട്ട് വരച്ച് കാട്ടിയിരിക്കുന്നത്. അതാണ് കമലേശ്വറിൻ്റെ ലോട്ടെ ഹുവെ മുസാഫിർ. ഇപ്പോൾ ഈ ടൈറ്റിൽ നമ്മൾ നോക്കുവാണെങ്കിൽ മുസാഫിർ എന്ന് വെച്ചാൽ പഥികൻ, യാത്രികൻ. ഇവിടെ മുസാഫിർ ആരാണ്? ഈ ഫുൾ ഇവരുടെ എല്ലാ സ്വത്തും ജനിച്ച നാടും വീടും എല്ലാം ഇട്ടെറിഞ്ഞിട്ട് പോകുന്ന ആൾക്കാരാണ് മുസാഫിർ. और ये मुसाफिर अपना ലക്ഷ്യസ്ഥാൻ നഹി പहुँच പാത്തെ ഹെ, അതാണ് ഇതിൻ്റെ ട്രാജഡി. ഈ പോകുന്ന ആൾക്കാർ ഒരു ഉദ്ദേശം വെച്ചാണ് പോകുന്നത്. ഇവിടുന്ന് പോയപ്പം പാകിസ്ഥാനിൽ എത്തിച്ചേരണം,
അവരുടെ മസ്ഹബിലുള്ള അവരുടെ ധർമ്മ അവരുടെ റിലീജിയനിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഒരു രാജ്യത്ത് താമസിക്കും. ആ ഒരു ആഗ്രഹത്തിൽ പോകുന്നവർ, അല്ലെങ്കിൽ നിർബന്ധിതരായി പോകുന്നവർ, അല്ലെങ്കിൽ സ്വയം മനസ്സാലെ പോകുന്നവർ. പക്ഷേ അവിടെ എത്തിപ്പറ്റാതെ പലരും വേറെ ഇന്ത്യയിൽ തന്നെ പല സ്ഥലത്ത് തന്നെ താമസിക്കേണ്ടി വരുന്ന അവസ്ഥ, എല്ലാം നഷ്ടപ്പെട്ട്. എന്നിട്ട് തിരിച്ചവർ ഇവരുടെ മക്കൾ, നെക്സ്റ്റ് ജനറേഷൻ ഈ കസ്ബയിലേക്ക് തിരിച്ചെത്തുന്നു. അങ്ങനെയാണ് ഈ സ്റ്റോറി റിവോൾവ് ചെയ്യുന്നത്. ആക്ച്വലി ഇതിൽ വലിയ ഒരു മെയിൻ നായകനോ ഒരു നായിക, യൂഷ്വലി ഒരു നോവലിനൊരു ഒരു നായകനോ ഒരു നായികയെങ്കിലും മിനിമം കാണാറുണ്ട്. ഇവിടെ അങ്ങനെയില്ല. ഈ ഒരു സൊസൈറ്റിയിൽ തന്നെ ഇവിടുന്ന് കുറേ ആൾക്കാർ പാകിസ്ഥാനിൽ പോയി സെറ്റിലാകണമെന്നും പറഞ്ഞ് മൈഗ്രേറ്റ് ചെയ്യുന്നു പാർട്ടീഷൻ സമയത്ത്. പക്ഷേ അവിടം വരെ എത്തുന്നില്ല. ഇന്ത്യയിൽ തന്നെ കാരണം അവർക്ക് പിന്നീട് നാണക്കേടാണ് തിരിച്ച് ഈ സ്ഥലത്ത് വരാൻ. നമുക്കായാലും അങ്ങനെയാണ്. നമ്മളെല്ലാം ഇവിടുന്ന് പോകുക എന്നും പറഞ്ഞ് പറക്കിക്കെട്ടി പോയിട്ട് തിരിച്ച് ഇതേ സ്ഥലത്ത് വരാനും വയ്യ. തിരിച്ചവരുടെ മക്കളാണ് വരുന്നത്, അടുത്ത ജനറേഷൻ ചെറുപ്പക്കാരായിട്ട്. അന്ന് പോയപ്പോൾ ആ കുട്ടികൾ കുഞ്ഞു കുട്ടികളായിരുന്നു. തിരിച്ച് വന്ന് അവരവരുടെ പഴയ വീടുകളൊക്കെ അന്വേഷിക്കുകയാണ്. തിരിച്ച് വന്നതെന്തോ അവർ മസ്ദൂറായിട്ടാണ് വരുന്നത്. അതാണ് അതിൻ്റെ ട്രാജഡി. ഈ തിരിച്ച് വരുന്ന കുട്ടികൾ തൊഴിലാളികളായിട്ടാണ് വരുന്നത്. എന്നാൽ ചുരുക്കം പറഞ്ഞാൽ ഇവിടുന്ന് എല്ലാം ഇട്ടെറിഞ്ഞിട്ട് പോയി. അവർക്കൊന്നും നേടിയില്ല. അവരുടെ ജീവിതം താറുമാറായി ഈ പാർട്ടീഷൻ കാരണം. അതാണ് ലോട്ടെ ഹുവേ മുസാഫിറിൻ്റെ കഥാനക്ക് എന്ന് പറയുകയാണെങ്കിൽ. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ ഇതാണ് നമ്മളതിൻ്റെ സ്റ്റോറി. ഇനി നമ്മളതിൻ്റെ ക്യാരക്ടേഴ്സിലേക്ക് പോവാം. നോവലിലെ ഒരു പ്രധാന ക്യാരക്ടർ ഒരു ജുമ്മൻ സായി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. ഞാനിതിൽ വെറുതെ ഇങ്ങനെ പടം കാണിച്ചിരിക്കുകയാണ് നിങ്ങൾക്കൊന്ന് റിലേറ്റ് ചെയ്യാൻ വേണ്ടി. ഇത് ജുമ്മൻ സായി ഒന്നും അല്ല കേട്ടോ. ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഒരു മുസൽമാനാണ്. അയാൾ പണക്കാരനാണ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇദ്ദേഹത്തിൻ്റെ സമൂഹത്തിലൊരു സ്ഥാനവും മാനമുണ്ട്, ഒരു വിലയുണ്ട്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ എല്ലാവരും ഒത്തുകൂടാറുണ്ട്. പക്ഷേ ഇദ്ദേഹം വളരെ ക്രൂക്കഡാണ്. ഇദ്ദേഹം എല്ലാവരുടെയും കാര്യത്തിൽ ഇടപെടും. ഇദ്ദേഹം സമൂഹത്തിലൊരു സമുന്നത സ്ഥാനം ഇദ്ദേഹത്തിന് ഉള്ളത് കാരണം ഇദ്ദേഹം അത് മുതലെടുത്തിട്ട് എല്ലാവരുടെയും പേഴ്സണൽ കാര്യങ്ങളിൽ ഇദ്ദേഹത്തിനൊരു കണ്ണുണ്ട്. ഇദ്ദേഹത്തിനൊരു ക്രൂക്കഡ് മെൻറ്റാലിറ്റിയാണ്. ചുരുക്കം പറഞ്ഞാൽ ഇയാളൊരു നായകല്ല, ഖൽനായക് എന്ന ഒരു വില്ലനിൻ്റെ റോളിലാണ് വരുന്നത്. ആരെവിടെ ആരെ പ്രേമിക്കുന്നു, ആര് മറ്റ് ജാതിക്കാരുമായിട്ട് സൗഹാർദ്ദം പുലർത്തുന്നു, ഇതെല്ലാം ഇദ്ദേഹത്തിന് ഇഷ്ടമല്ല. ഇദ്ദേഹം നല്ലൊരു സമ്പത്തുള്ള വീട്ടിലാണ്. ഇദ്ദേഹം പാർട്ടീഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെ വിട്ടു പോകുന്നില്ല. ജുമ്മൻ സായി അവിടെ തന്നെ ഇരിക്കുന്നു. പക്ഷേ ഇദ്ദേഹം കമ്മ്യൂണൽ റൈറ്റ്സ് മനുഷ്യരുടെ മനസ്സിൽ വൈരാഗ്യം കുത്തിക്കയറ്റാനുള്ള ഒരു വിഷം പോലെയാണ് ഇദ്ദേഹം പ്രവർത്തിക്കുന്നത്. അതാണ് ജുമ്മൻ സായി. അപ്പോൾ ഇദ്ദേഹം വളരെ സമൂഹത്തിൽ ഇദ്ദേഹത്തിനൊരു സ്ഥാനം ഉള്ളത് കാരണം എല്ലാവരും, പാവപ്പെട്ട ജനങ്ങൾ, വിദ്യാഭ്യാസം ഇല്ലാത്തവരെല്ലാം ഇദ്ദേഹം പറയുന്നത് വിശ്വസിക്കും. എന്നിട്ട് ഇദ്ദേഹം ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ജനങ്ങളുടെ മനസ്സിൽ ഞാൻ ദൈവത്തിന് വളരെ അടുത്ത ആളാണ്, അള്ളാഹിക്ക് വളരെ പ്രിയപ്പെട്ടവനാണ് എന്ന രീതിയിൽ. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് എല്ലാവരും കേൾക്കുകയും ചെയ്യും. പക്ഷേ ചുരുക്കം പറഞ്ഞാൽ ഇദ്ദേഹം ചെയ്യുന്നത് എന്താണ്, ഈ വിഷം കുത്തിവെക്കുന്ന ഒരു പരിപാടിയാണ് ഈ ജുമ്മൻ സായി ചെയ്യുന്നത്. അപ്പം നമ്മളിതിൽ ഒരു ഖൽനായക് അല്ലെങ്കിൽ ഒരു വില്ലൻ എന്ന രൂപത്തിൽ ഹം കിസെ ലേ സക്തേ ഹൈ, जुम्मन साई को ले सकते हैं. ये जुम्मन साई क्या करता है, ये दूसरों के बीच में ये शत्रुता पैदा करता है हिंदू और मुसलमानों के बीच में. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഒരു ക്യാരക്ടർ, ഇതിൽ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ എന്ന് പറയുകയാണെങ്കിൽ ഇതിൽ നല്ലൊരു ക്യാരക്ടർ, പോസിറ്റീവ് ഇമേജ് ഉള്ളൊരു ക്യാരക്ടർ എന്ന് പറയുമ്പോൾ നസീബൻ എന്നാണ്. ഓക്കെ, വി ക്യാൻ ഇമാജിൻ ദിസ് ഈസ് നസീബൻ. ഈ നസീബൻ ആക്ച്വലി ഒരു മിഡിൽ ഏജ്ഡ് വുമൺ ആണ്. അവർ വളരെ ഓപ്പൺ മൈൻഡഡ് ആണ്. അവർ മുസൽമാനാണ്. അവരും ജുമ്മൻ സായിനെ പോലെ പാർട്ടീഷൻ നടക്കുമ്പോൾ ഇന്ന് ഇട്ടെറിഞ്ഞിട്ട് പോകത്തില്ല. ഇൻഫാക്റ്റ് അവരുടെ ഒരു ചെറിയ വീടാണ്. അവർക്ക് ജുമ്മൻ സായിനെ പോലെ വലിയ സ്വത്തൊന്നുമില്ല. എന്നിരുന്നാലും അവർ രണ്ടും കൽപ്പിച്ച് ഇവിടെ തന്നെ നിൽക്കുകയാണ്. അവരുടെ ഒരു ക്യാരക്ടർ വളരെ ഓപ്പൺ. എനിക്ക് തോന്നുന്നു ഈ കമലേശ്വർ ഈ മെസ്സേജ്, നല്ലൊരു മെസ്സേജ് കൺവേ ചെയ്യുന്നത് ഈ നസീബൻ്റെ ക്യാരക്ടറിലൂടെയാണ്. ഈ നസീബൻ എന്ന് പറയുമ്പം എല്ലാവരോടും വളരെ സൗഹാർദ്ദമായി പെരുമാറും. അവർ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയാണ്. അവരെന്ന് വെച്ചാൽ ഹിന്ദു ആണോ മുസ്ലിം ആണോ നോക്കിയല്ല ഹെൽപ്പ് ചെയ്യുന്നത്. ഒരാപത്ത് വരുമ്പം എല്ലാവരെയും അവർ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആ കൂട്ടത്തിൽ ബച്ചൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്, ഇതിലൊരു ക്യാരക്ടറുണ്ട്. അയാളുടെ മക്കൾക്ക് ആശ്രയം കൊടുക്കും നസീബൻ. അങ്ങനെ ആശ്രയം കൊടുക്കുമ്പോൾ അത് വലിയ ഇഷ്യൂ ആവും. കാരണം ഇവർ
കമ്മ്യൂണൽ റൈറ്റ്സ് നടക്കുമ്പോൾ ഇവരൊരു മുസൽമാൻ സ്ത്രീയും അവർ ഹിന്ദുവിൻ്റെ കുഞ്ഞുങ്ങൾക്ക് രക്ഷ നൽകുന്നു. പക്ഷേ നസീബൻ അതൊന്നും കണക്കാക്കത്തില്ല. അവർ ആ കുഞ്ഞുങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ ഇവർ നസീബൻ ഒരു ഷേർണിയെ പോലെ ചാടി വീഴും. എന്നുവെച്ചാൽ അവരുടെ സ്വന്തം കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന ഒരു അമ്മയെ പോലെ തന്നെ നസീബൻ ആ ഹിന്ദു മനുഷ്യൻ ബച്ചൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കും. അവർ നെയ്ബേഴ്സായിരുന്നു, പരിചയമുള്ളവരായിരുന്നു. അപ്പോൾ ആ ഒരു സൗഹൃദം അവർ അവസാനം വരെയും കീപ്പ് ചെയ്യും. അപ്പോൾ ഇതാണ് നസീബൻ്റെ ക്യാരക്ടർ. നസീബൻ അതിലൊരു പോസിറ്റീവ് ഇതാണ്. ഈ നോവൽ ഇൻ ദി എൻഡ് കൺവേ ചെയ്യുന്ന മെസ്സേജ് എന്താണ്? ഈ ഹിന്ദു മുസൽമാനും എന്ന വൈരാഗ്യം അല്ല വേണ്ടത്, മനുഷ്യർക്ക് മനുഷ്യനെ പോലെ കാണാൻ പറ്റണം, ആ ഒരു മെസ്സേജാണ്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ നസീബനെ വേണമെങ്കിൽ, ആക്ച്വലി ഒരു നായികയുടെ പരിവേഷമൊന്നും ഇല്ല നസീബിന്, പക്ഷേ ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ എന്ന് പറയുമ്പോൾ അത് നസീബനാണ്. നസീബനെ നമുക്ക് വേണേൽ ഉയർത്തിക്കാട്ടാം. കാരണം നസീബൻ തൻ്റെ സമുദായത്തിലുള്ളവരെ പിണക്കിയിട്ട് പോലും ഈ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത് നസീബൻ്റെ ഒരു ക്യാരക്ടറാണ്. നസീബൻ വേറെയും ഉണ്ട് ഈ നോവലിലെ. സത്താറും സൽമ ഇവർ രണ്ടുപേരുടെ ഒരു ലവ് അഫെയർ ഉണ്ട്, അതിനെയും സപ്പോർട്ട് ചെയ്യും. സത്താറും സൽമയുടെയും ലവ് അഫെയറിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. സൽമ ഓൾറെഡി മാരീഡ് ആയിരുന്നു. പക്ഷേ സൽമയുടെ ഹസ്ബൻഡ്, അത് ഞാൻ ഇനി വരാം, സൽമയുടെ ക്യാരക്ടറിലേക്ക് വരാം. ഇപ്പോൾ ഇത്രയും പറയാണ്, സത്താറും സൽമയും തമ്മിലുള്ള ഒരു ലവ് അഫെയറിനെ ഈ ജുമ്മൻ സായി വളരെയധികം എതിർത്തു, മറ്റ് സമുദായക്കാരും എതിർത്തു. പക്ഷേ നസീബൻ വളരെ ഓപ്പൺ മൈൻഡായിട്ട്, കാരണം നസീബൻ ഈ സൽമയെ നല്ലപോലെ അറിയാമായിരുന്നു. അപ്പം നസീബൻ അതിനെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഇത്രയും നമുക്ക് നസീബനെ പറ്റി. ഇതിൽ പിന്നീട് ഒരു സ്ത്രീ കഥാപാത്രമുള്ളത് സൽമയാണ്. ചെറുപ്പക്കാരിയാണ്, ഒരു ചെറിയ ജോലിയുണ്ട്. പക്ഷേ ഹസ്ബൻഡ് മക്സൂദ് ഹസ്ബൻഡുമായിട്ട് മാറി താമസിക്കുകയാണ്. ഹസ്ബൻഡ് ഇവരെ ഇട്ടിട്ട് അങ്ങ് പോയിരിക്കുകയാണ്. എങ്കിൽ ലീഗലി ഡിവോഴ്സ്ഡ് അല്ല. അങ്ങനെ ഇരിക്കെ ഈ നാട്ടിൽ സത്താർ എന്ന് പറഞ്ഞൊരു യുവാവ് വരികയുണ്ടായി. സത്താർ ഒരു സർക്കസ് യൂണിറ്റിൽ ജോലി ചെയ്തൊരു വ്യക്തിയായിരുന്നു. അങ്ങേര് ഈ നാട്ടിലുകാരനല്ല, ഇങ്ങോട്ട് വന്ന് സെറ്റിലായതാണ്. അങ്ങനെ അയാൾക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അയാൾക്ക് അല്പം മാജിക് അറിയാം, ചീട്ടുകളിയിൽ ചില വിദ്യകളൊക്കെ അറിയാം. അങ്ങനെ അയാൾ ഇവിടെ വന്ന് ഇവിടുത്തെ ചെറുപ്പക്കാരെ എല്ലാം കയ്യിലാക്കി അവരുമായിട്ട് നല്ല സൗഹൃദമായി. പിന്നെ എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടറിനെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ സൽമയും സത്താറും തമ്മിൽ പ്രണയമാവും. അപ്പോൾ എല്ലാ ബസ്തിയിലും ഉള്ളതുപോലെ തന്നെ ഇവരുടെ ഒരു പ്രണയം ഈ നോവലിലും, സൽമയും സത്താറും. ഇപ്പോൾ സൽമ ഓൾറെഡി മാരീഡാണ്, ഹസ്ബൻഡ് സ്ഥലത്തില്ലെന്നല്ല, അവർ തമ്മിൽ മാനസികമായിട്ട് അകൽച്ചയിലാണ്. അങ്ങനെ ഇരിക്കെ സത്താറുമായിട്ട് പ്രണയത്തിലാവും. പക്ഷേ ഒരു ട്വിസ്റ്റ് വരുന്നത്, ഈ സൽമയുടെ ഹസ്ബൻഡ് മക്സൂദ് പെട്ടെന്ന് ഒരു ദിവസം പ്രത്യക്ഷപ്പെടുന്നു. അയാൾ തിരിച്ചു വരുന്നു. അയാളുടെ ഒരു സുഹൃത്തുമായിട്ടാണ് തിരിച്ചു വരുന്നത്. അയാളുടെ ഒരു പ്രത്യേകത, അയാളുടെ ഒരു പ്രത്യേക ക്യാരക്ടറാണ്. അയാൾ രാത്രിയാവുമ്പോൾ സ്ത്രീകളുടെ വേഷം ധരിക്കും, പൊട്ടുതൊടും, നൃത്തം ചെയ്യും, മേക്കപ്പൊക്കെ ചെയ്യും. എന്നിട്ട് ആ വന്ന ആളുടെ കൂടെയാണ് കൂടുതൽ സമയം ചിലവഴിക്കുന്നത്. അപ്പോൾ ഇതിപ്പം നോക്കൂ, ഇത് കുറേ നാൾ മുമ്പ് എഴുതിയ നോവലാണ്, വർഷങ്ങൾ മുമ്പ് എഴുതിയതാണ്. അപ്പോൾ ഇത് മേ ബി ഹി വാസ് എ ട്രാൻസ്ജെൻഡർ. പക്ഷേ ഇതിൽ അന്നത്തെ കാലത്ത് ഇത്രയും ട്രാൻസ്ജെൻഡർ, തേർഡ് ജെൻഡറിന് അത്ര ഒരു അറിവ് ആൾക്കാർക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ നോവലിൽ അതിൽ പറയുന്നത് ഒരു പ്രത്യേക ക്യാരക്ടറായിരുന്നു. അയാളിങ്ങനെ സ്ത്രീകളെ പോലെ മേക്കപ്പ് ചെയ്യുകയും ഡാൻസ് ചെയ്യുകയും. അയാൾ ഈ സൽമയെ ഒട്ടുമേ ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. പക്ഷേ അയാൾ തിരിച്ചു വരികയും സൽമ പിന്നെ സത്താറുമായിട്ടുള്ള ബന്ധം അങ്ങ് വേണ്ടാന്ന് വെക്കും. ഹസ്ബൻഡ് തിരിച്ചു വന്നു. ഈവൻ ദോ ഈ ഹസ്ബൻഡുമായിട്ട് സൽമയ്ക്ക് മാനസികമായിട്ട് അടുപ്പമൊന്നും ഇല്ലെങ്കിലും സൽമയ്ക്ക് അതിനെ മറിച്ചൊരു തീരുമാനം എടുക്കാൻ പറ്റാതാവും. അപ്പം സത്താർ വളരെയേറെ ആഗ്രഹിക്കും ഈ സൽമയായിട്ടങ്ങ് പാകിസ്ഥാനിലേക്ക് അങ്ങ് പോകാവുന്ന, അങ്ങനെയൊക്കെ തീരുമാനിക്കും. പക്ഷേ സൽമ അതിന് തയ്യാറാവുന്നില്ല. അങ്ങനെ സത്താർ ആകെ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥ. സത്താർ തൻ്റെ നാട്ടിൽ നിന്ന് മാറി ഇവിടെ വന്ന് താമസിച്ചൊരു വ്യക്തി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അല്ലേ തന്നെ ഒരു മൈഗ്രൻ്റ് ഫീലിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ സൽമയായിട്ട് ഒരു പുതിയ ജീവിതം സ്വപ്നം കണ്ടപ്പോൾ അദ്ദേഹം കുറേ കൂടെ ആഗ്രഹിച്ചു ജീവിതം നല്ലതാകണമെന്ന്. സൽമ അതിന് സപ്പോർട്ടും ചെയ്തു ഇൻഫാക്റ്റ്. പക്ഷേ പിന്നീട് സൽമ മക്സൂദ് വന്നു കഴിയുമ്പോൾ അതിൽ നിന്നങ്ങ് പിന്മാറും.
ഇത്രയൊക്കെയാണ് ഇതിൽ ആക്ച്വലി ക്യാരക്ടേഴ്സ് എന്ന് പറയാനുള്ളത്. ഇത്രയൊക്കെയാണ് ഇതിൽ ക്യാരക്ടേഴ്സ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്നത്. ചെറിയൊരു പ്രദേശം, അവിടുത്തെ കുറേ ആൾക്കാർ, പിന്നെ ഈ വളരെയധികം കമ്മ്യൂണൽ റൈറ്റ്സ് ഉണ്ടാകുകയും അടിയും പിടിയും ജനങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ വൈരാഗ്യത്തോടെ. അപ്പോൾ ഹിന്ദുസ് ഒരു കൂട്ടർ സംഘികളാകുകയും അവരും തീവ്രവാദത്തിലേക്ക് പോവുകയും അങ്ങനെ ഒരു ഡിവിഷൻ ജനങ്ങളുടെ ഇടയ്ക്ക് ഉണ്ടാവുന്നു. പിന്നെ 1960s ആ ഒരു സമയത്ത് കുറേ ചെറുപ്പക്കാർ ഇതേ ബസ്തിയിലേക്ക് തിരിച്ചു വരുന്നതാണ് നോവലിൻ്റെ എൻഡിങ്ങിൽ. അപ്പോൾ ഈ നസീബനും ജുമ്മൻ സായി എല്ലാം അപ്പോഴും അവിടെ ഉണ്ട്, വയസ്സായി. അവർ നോക്കുമ്പം കുറേ ചെറുപ്പക്കാർ തൊഴിലാളികളായിട്ട് വരികയാണ്. അപ്പോഴത്തേക്ക് ഇൻഡസ്ട്രിയലൈസേഷനൊക്കെ വന്ന് ഇന്ത്യയിൽ കുറേ മാറ്റങ്ങളുണ്ടായി. അപ്പം ജോലിക്കാരുടെ ആവശ്യം വന്നു, തൊഴിലാളികളുടെ ആവശ്യം വന്നു. തൊഴിലാളികളായിട്ട് ഈ ബസ്തിയിലേക്ക് തന്നെ തിരിച്ചു വരുന്നത് ഇവിടുന്ന് പണ്ട് പാകിസ്ഥാനിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോയ പാകിസ്ഥാനിലേക്ക് പോകുന്നെന്നും പറഞ്ഞ് പോയവരുടെ മക്കളാണ്. അവരവിടെ എത്തിപ്പറ്റിയിട്ടില്ല, അപ്പോഴാണ് അറിയുന്നത്. എന്നിട്ട് ഈ ചെറുപ്പക്കാർ തൊഴിലാളികളായിട്ടാണ് വരുന്നത്. ഈ ചെറുപ്പക്കാർ വന്ന് ഈ ഗ്രാമത്തിൽ അവരുടെ പണ്ടത്തെ വീടൊക്കെ അന്വേഷിക്കുന്നതായിട്ടാണ് ഈ നോവലിലെ എൻഡിങ്. അപ്പോൾ ഇതാണ് ലോട്ടേ ഹുए മുസാഫിർ. ये मुसाफिर जहाँ जिस लक्ष्य स्थान के लिए गए वहाँ पहुँच नहीं पाए, वे बेचारे लौट आए हैं. और ये क्या संदेश देता है ये नॉवल, ये उपन्यास यही संदेश देता है कि आदमी को आदमी जैसे ही मोहब्बत करना चाहिए. आदमी को हिंदू मुसलमान के रूप में नहीं देखना चाहिए. അത് ഇന്നും പ്രസക്തമുള്ളൊരു തീം, ആക്ച്വലി ഇന്നും പ്രസക്തമുള്ളതാണ്. പക്ഷേ നമ്മൾ ക്ലാസിക് നോവൽസൊക്കെ വായിച്ചിട്ടുള്ളവർക്ക് ഇത് വായിക്കുമ്പം ഒരു നോവൽ എന്ന രീതിയിൽ ഒരു സുഖവും ആക്ച്വലി തോന്നില്ല. പിന്നെ നമ്മൾ ഇത്രയേ ഉള്ളൂ, നിങ്ങളിത് പത്മഭൂഷൺ പിന്നെ ഓർക്കേണ്ടത് ഇദ്ദേഹം ആക്ച്വലി നോവൽസ് 10-12 നോവൽസ് എഴുതിയിട്ടുണ്ട്. പിന്നെ ഫിലിം, ടെലിവിഷൻ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് കുറേ നടത്തിയിട്ടുണ്ട്. ഫിലിംസിന് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ചെയ്തിട്ടുണ്ട്. പത്മഭൂഷൺ അവാർഡ് വിന്നറാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ സാഹിത്യ അക്കാദമി പ്രൈസ് വിന്നിങ് നോവൽ കിത്നെ പാകിസ്ഥാൻ, അതും ഈ പാർട്ടീഷനെ ബേസ് ചെയ്താണ്. ഇത്രയും നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി, സിമ്പിളാണ്. ഇൻഫാക്റ്റ് നിങ്ങൾക്ക് ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യുന്നത്, ഇഫ് യു നോട്ട് ഫീലിംഗ് കംഫർട്ടബിൾ എസ്സേ പോർഷൻ ലോട്ടേ ഹുए മുസാഫിർ അറ്റൻഡ് ചെയ്യാതെ മറ്റ് സ്റ്റോറീസാണ് കംഫർട്ടബിളെങ്കിൽ അത് ചെയ്യുന്നതായിരിക്കും നല്ലത്. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കഷനൂടെ നടത്താം. അതാകുമ്പോൾ നമുക്ക് ലോട്ടേ ഹുए മുസാഫിറിൽ എന്തൊക്കെ ചോദ്യങ്ങളാണ് എക്സ്പെക്റ്റ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. നമുക്ക് ഈ ലോട്ടേ ഹുए മുസാഫിർ നോവലിൽ നിന്ന് എന്തൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നിട്ടുള്ളത് നോക്കാം. ഓക്കെ. 2019 ക്വസ്റ്റ്യൻ പേപ്പറിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. ലോട്ടേ ഹുए മുസാഫിർ കിസ്കാ ലിഖാ ഉപന്യാസ് ഹെ. വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. ആരെഴുതിയ നോവലാണ്? ഓഫ് കോഴ്സ് കമലേശ്വർ എഴുതിയ നോവലാണ്. പിന്നെ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ഇവിടെ സൽമ കെ പതി കാ നാം, സൽമ കെ പതി കാ നാം മക്സൂദ്. ഇതിൽ യാസീൻ എന്ന് പറഞ്ഞൊരു വ്യക്തി മക്സൂദിൻ്റെ കൂടെ വന്നതാണ് കേട്ടോ. മക്സൂദിൻ്റെ ഫ്രണ്ടാണ്. ഫിർ നെക്സ്റ്റ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ സത്താർ കാ പരിചയ്, ഇത് ഷോർട്ട് ആൻസർ ടൈപ്പാണ്. സത്താർ കാ പരിചയ് ദിന. സത്താർ നമ്മൾക്കറിയാം, മറ്റൊരു സ്ഥലത്തു നിന്ന് ഇവിടെ വന്ന് താമസിച്ച് സർക്കസിൽ ജോലി ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്ന് താമസിക്കുകയും ജാദു എല്ലാം കാണിച്ച് ചെറുപ്പക്കാരുമായിട്ട് വളരെ കൂട്ടാകുകയും എല്ലാവരുമായിട്ടും വളരെ ദോസ്താകുകയും പിന്നെ സൽമയായിട്ട് പ്രണയത്തിലാകുകയും ആ ചെയ്യുന്ന വ്യക്തിയാണ് സത്താർ. ജുമ്മൻ സായി കാ പരിചയ് ദീജിയെ. ജുമ്മൻ സായി നമുക്കറിയാം, നമ്മൾ വേണ്ടോളം ജുമ്മൻ സായിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒരു ഖൽനായക് പോലെയാണ് അദ്ദേഹം, ഒരു എല്ലാവരുടെയും മനസ്സിൽ വിഷം കുത്തിവെക്കുന്നത്. जो दूसरों के मन में विद्वेष पैदा करता था, जो समाज में एक उसका स्थान था लेकिन वो उसका दुरुपयोग करता था. वो हिंदू मुस्लिम एकता नहीं चाहता था शायद. वो पार्टीशन के समय पाकिस्तान जाता भी नहीं है, भारत में ही रहता है. अदान जुम्मन साई. वो अपने आप को अल्लाह का बहुत करीब समझता था और लोगों को बहकाता था और लोगों के बीच वो शत्रुता पैदा करता था. അതാണ് ജുമ്മൻ സായി. പിന്നെ ഇവിടെ 29th ക്വസ്റ്റ്യൻ
എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, വളരെ കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യണം. 15 മാർക്സ് ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എത്ര വാല്യൂ പോയിൻറ്റ്സ് ആണ്. എസ് എ ക്വസ്റ്റ്യൻ 2 എണ്ണം എഴുതണം നിങ്ങൾക്ക്, ആൻഡ് യു गेट 15 മാർക്സ് ഫോർ दैट ईच क्वेश्चन. लौटे हुए मुसाफिर का उद्देश्य कथानक के आधार पर निरूपित कीजिए. तो कथा का उद्देश्य क्या है? तो सिंस इट इज़ എസ് എ ക്വസ്റ്റ്യൻ, ഓഥറിനെ പറ്റി അറിയാവുന്നത് എഴുതണം, ആ സ്റ്റോറി അതിൻ്റെ സമ്മറി എഴുതണം, പിന്നെ അതിൻ്റെ ലക്ഷ്യം, അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എഴുതണം, അതിൻ്റെ മെസ്സേജ് എന്താണെന്ന് എഴുതണം. ഓഫ് കോഴ്സ് ഈ ഹിന്ദു മുസ്ലിം ഏകത അത് വരണം എന്നാണ് അതിൻ്റെ മെസ്സേജ്. മനുഷ്യന് മനുഷ്യനെ പോലെ സ്നേഹിക്കാൻ പറ്റണം. ഈ കമ്മ്യൂണൽ റൈറ്റ്സ് ഒരു കാലത്തും ഒരു സമൂഹത്തിനും ഗുണം ചെയ്യില്ല, അതാണ് അതിൻ്റെ ഉദ്ദേശ്യം. और जुम्मन साई और नसीबन की दृष्टि में लौटे हुए मुसाफिर के कथानक की समीक्षा कीजिए. जुम्मन साई और नसीबन की दृष्टि में लौटे हुए मुसाफिर के कथानक की समीक्षा कीजिए. जुम्मൻ സായിയും നസീബിനും അവരുടെ ആംഗിളിൽ ചിന്തിക്കുകയാണെങ്കിൽ ഈ ലോട്ടെ ഹുവേ മുസാഫിറിൻ്റെ കഥാനക്കിൻ്റെ വിലയിരുത്തുക എന്നാണ് പറയുന്നത്. അപ്പം ജുമ്മൻ സായിയും നസീബിനും ആക്ച്വലി രണ്ടുപേരും പാർട്ടീഷൻ സമയത്ത് പാകിസ്ഥാനിൽ പോകാത്ത 2 ക്യാരക്ടേഴ്സാണ്. അവരവിടെ തന്നെ സ്റ്റേ ചെയ്യുന്നതാണ്, ഈ അവരുടെ സ്ഥലത്ത് തന്നെ സ്റ്റേ ചെയ്യുന്നതാണ്. അപ്പോൾ അവരുടെ ആംഗിളിൽ ഈ നോവലിനെ കാണാം. അവരുടെ ആംഗിൾ എന്ന് വെച്ചാൽ രണ്ടുപേർക്കും 2 ആംഗിളാണ്, അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. ജുമ്മൻ സായി ആക്ച്വലി ഹിന്ദു മുസ്ലിം ഏകത വേണമെന്നൊന്നും ആഗ്രഹമുള്ള ആളല്ല, അയാൾ എല്ലാത്തിലും കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ആളാണ്. അപ്പോൾ അയാളുടെ ആംഗിൾ വേറെ ഒന്നാണ്, അയാളുടെ ചിന്താഗതി വേറെയാണ്. നസീബൻ ഡിഫറെൻ്റാണ്. നസീബന് മനുഷ്യത്വമാണ് പ്രധാനം. ഹിന്ദു ആയാലും മുസ്ലിം ആയാലും മനുഷ്യത്വം കാണിക്കുന്ന ഒരു സ്ത്രീയാണ് നസീബൻ. അതിനവർ എന്ത് റിസ്ക് എടുക്കാനും തയ്യാറാണ്. അപ്പോൾ ഇവർ രണ്ടുപേരുടെ ആംഗിളിൽ ഈ കഥാനക്കിനെ സമീക്ഷ ചെയ്യുക, ക്രിട്ടിക്കൽ അനാലിസിസ് നടത്തുക. അപ്പോൾ 2 രീതിയിലാണ് നമ്മൾ എഴുതേണ്ടത്. നസീബൻ ഈ കമ്മ്യൂണൽ റൈറ്റ്സിനെ എല്ലാം വളരെയധികം എതിർക്കുകയും ഇതെല്ലാം വിഷമാണ്, നസീബന് കാത്തിരിക്കുകയാണ് ഈ ഗ്രാമത്തിലുള്ളവർ തിരിച്ചു വരണമെന്ന്. അവസാനം വരെ നസീബൻ കാത്തിരിക്കുകയാണ് വളരെ ആഗ്രഹത്തോടുകൂടി പഴയ ആൾക്കാരെ കാണണമെന്നും. അപ്പോൾ പഴയ ആൾക്കാരുടെ മക്കൾ നെക്സ്റ്റ് ജനറേഷൻ വന്നപ്പം നസീബിന് വളരെയധികം സന്തോഷമാകുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു എസ് എ ആകുമ്പോൾ നിങ്ങൾ നല്ല വിസ്തരിച്ച് തന്നെ എഴുതണം മാക്സിമം. ഇതൊക്കെയാണ് ഇത്രയൊക്കെ ഈ രീതിയിലൊക്കെയാണ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ലോട്ടെ ഹുവേ മുസാഫിർ ഉപന്യാസ് മേ ചിത്രിത് സമസ്യാओं की विवेचना कीजिए. സമസ്യ ഇതൊക്കെ തന്നെ, ഈ കമ്മ്യൂണൽ റൈറ്റ്സ് ആണ് മെയിൻ സമസ്യ. ഇൻഡിപെൻഡൻസ് പാർട്ടീഷനാണ് മെയിൻ സമസ്യ. ജനങ്ങൾ വീട് നഷ്ടപ്പെടുന്നത്, മൈഗ്രൻസ് ആയിട്ട് പോകേണ്ടി വരുന്നത്, റെഫ്യൂജീസായിട്ട് താമസിക്കേണ്ടി വരുന്നത്, ഇതൊക്കെയാണ് സമസ്യ. മെയിനായിട്ട് ഹിന്ദു മുസ്ലിം ഐക്യം തകരപ്പെടുക, മെയിനായിട്ട് ഹിന്ദു മുസ്ലിം ഐക്യം തകർന്നു പോവുക, അതാണ് ഏറ്റവും വലിയ സമസ്യ. അപ്പോൾ അതങ്ങോട്ട് വിസ്തരിച്ച് എഴുതാം. ഇവിടെ ഒരു क्वेश्चन 29th क्वेश्चन एसे टाइप क्वेश्चन, सांप्रदायिक विमर्श के संदर्भ में लौटे हुए मुसाफिर उपन्यास की विवेचना कीजिए. 15 മാർക്സ് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, അല്പം ഹൈ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. സാമ്പ്രദായിക് വിമർശ് കെ സന്ദർഭ് മേ നോവലിനെ വിലയിരുത്തണം, അതാണ്. സാമ്പ്രദായിക് വിമർശ് എന്തുവാണ്? കമ്മ്യൂണൽ റൈറ്റ്സിനോട് ചേർന്ന് നിൽക്കുന്നതാണ് കമ്മ്യൂണൽ ഡിസ്കോഴ്സ്. സൊസൈറ്റിയിൽ കമ്മ്യൂണലിസത്തിനെ ബേസ് ചെയ്ത് ഉണ്ടാവുന്ന ഡിസ്കോഴ്സാണ് കമ്മ്യൂണൽ വിമർശ് അല്ലെങ്കിൽ സാമ്പ്രദായിക് വിമർശ്. തൻ്റെ റിലീജിയനെ ബേസ് ചെയ്ത് കമ്മ്യൂണലിസം ഒരു അങ്ങനെ ഉളവാവുന്ന വൈരാഗ്യം, അത് എങ്ങനെയാണ് ഈ നോവലിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഇതാ നോക്കിയ ഈ ക്ലിപ്പിങ്സ് 2020-ലുള്ളതാണ്, ഇന്നും ഇത് പ്രസക്തിയുള്ളതാണ്. യു പിയിലൊക്കെ ഇപ്പോഴും മോബ് ലിഞ്ചിങ്, ഇപ്പോഴും മതത്തിൻ്റെ പേരിൽ വളരെ ആക്രമിക്കപ്പെടുന്ന 2 വിഭാഗവും തമ്മിൽ ഇന്നും അത് പ്രസക്തമാണ് അവിടെ. അപ്പോൾ ഇതിനെ പല രീതിയിൽ ഇതിനെ വർഗീകരണം ചെയ്യാം. ഇതിനെ എങ്ങനെയാണ് ഈ കമ്മ്യൂണൽ ഡിസ്കോഴ്സ്, അത് മൃതകോं और घायलों का धर्म के आधार पर വർഗീകരണം. ഒരു കമ്മ്യൂണൽ റൈറ്റ് നടക്കുമ്പം അതിൽ പലരും വൂണ്ടഡ് ആവും, ചിലർ മരിക്കും.
പക്ഷേ ആ മരിച്ചവരെയും ആ വൂണ്ടഡ് ആയവരെയും മതത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ജാതിയുടെ പേരിൽ വർഗീകരണം ചെയ്യുക, കാറ്റഗറൈസ് ചെയ്യുക, ഒരു കൂട്ടർക്ക് കൂടുതൽ ആനുകൂല്യം കൊടുക്കുക, ഒരു കൂട്ടരെ മൈൻഡ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ പിന്നെ गिरफ्तार किए गए व्यक्तियों का धर्म के आधार पर वर्गीकरण, പോലീസ് തന്നെ മതപരമായ ചായ്വോടുകൂടി പെരുമാറുക, ഗിരഫ്താർ കർണ, അറസ്റ്റ് ചെയ്യുന്നത് ആ ലെവലിൽ. അപ്പോൾ ഈ വക കാര്യങ്ങൾ ഈ നോവലിൽ എങ്ങനെയൊക്കെ പ്രതിപാദിച്ചിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്. ദംഗെ കേസെ ശുരു ഹുവേ, കൂടുതലും നമ്മൾ കാണുന്നത് ഇന്ത്യയിലെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ധാർമ്മിക് ത്യോഹാറോ ഓർ ജുലൂസോं के दौरान വലിയ പ്രൊസഷൻസൊക്കെ ഇറങ്ങും. റിലീജിയസ് പ്രൊസഷൻസ് ഇറങ്ങുമ്പം മനഃപൂർവ്വം വളരെയധികം ഹൈ വോളിയത്തിൽ മറ്റുള്ള സമുദായത്തിലുള്ളവരെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ ആർഭാടപരമായി പ്രൊസഷൻസ് ഇറങ്ങുമ്പോൾ ഇങ്ങനത്തെ കമ്മ്യൂണൽ റൈറ്റ്സ് ഉണ്ടാകുക. ഇതെല്ലാം സാമ്പ്രദായിക് വിമർശ്. അപ്പോൾ ഈ ലെവൽ ക്വസ്റ്റ്യനിൽ ഈ രീതിയിലാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. കമ്മ്യൂണിസം അല്ല കേട്ടോ, തെറ്റിദ്ധരിക്കൽ. കമ്മ്യൂണൽ റൈറ്റ്സ് വേറെയാണ്, മതപരമായ വ്യത്യാസം. അതെങ്ങനെയാണ് ഒരു സൊസൈറ്റിയിൽ ഒരു പ്രശ്നമായി മാറുന്നത്, അതാണ് സാമ്പ്രദായിക് വിമർശ്. ഓക്കെ, അപ്പം ബെസ്റ്റ് ഓഫ് ലക്ക്, നല്ലപോലെ എഴുതുക. ആൻഡ് ഓഫ് കോഴ്സ് എക്സാം കഴിഞ്ഞ് കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കുക എങ്ങനെയായിരുന്നു. ഓക്കെ, ഫൈൻ.